ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ഒരു മാസം മുമ്പെങ്കിലും പുറത്തു വന്നിരുന്നെങ്കിൽ ആ മനുഷ്യനെ വീണ്ടും വീണ്ടും കൊല്ലേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു. കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വ്യക്തത വരുമായിരുന്നു. ഇപ്പൊ പുറത്തു വന്ന വിവരം, പ്രശാന്തൻ എന്നൊരു വ്യക്തി മുഖ്യമന്ത്രിക്ക് നവീൻ ബാബുവിന്റെ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടേയില്ല. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? 98,500 രൂപ പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്ന് മുഖ്യമന്ത്രിയോട് പരാതി കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്നാൽ അത്തരത്തിലൊരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം കൃത്യമായി കൊടുത്തിട്ടുള്ള മറുപടിയിൽ വരുന്നത്. അപ്പോൾ മറ്റു ചില ചോദ്യങ്ങളുണ്ട്. ഇത്തരത്തിലൊരു പരാതി കൊടുത്തുവെന്നും ആ പരാതി PP ദിവ്യ എന്ന തന്റെ ഉറ്റ സുഹൃത്തിനോട്, ജില്ലാ പഞ്ചായത്ത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന PP ദിവ്യയോട് പ്രശാന്തൻ പറഞ്ഞിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ PP ദിവ്യ പോയി സംസാരിച്ചത് എന്നുമാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത്തരത്തിലൊരു പരാതി തന്നെ ഇല്ല എന്ന് വരുന്ന ഈ സാഹചര്യത്തിൽ PP ദിവ്യ പിന്നെ എന്തിനാണ് പോയി അവിടെ സംസാരിച്ചത്? അതുകൊണ്ടാണ് ഇതൊരു നാടകമുണ്ടാക്കിയതാണ്, നവീൻ ബാബുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു യാത്രയപ്പ് ചടങ്ങ് ഉണ്ടാക്കിയതാണ് എന്ന് തെളിയുന്നത്.